ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമനടാട്ട്. ഞാനിപ്പോ ഊട്ടിക്ക് പോവാം എന്ന ഒരു ഉറച്ച തീരുമാനത്തിൽ കൂടെ ഇറങ്ങിയേക്കാണ്. അപ്പോ ന്യൂജൻ ഓണം, ന്യൂജൻ ഓഫർ. ഓൾഡ് ജനറേഷന് ഒന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെ ഓളിടുമ്പോ നിങ്ങൾ വിചാരിക്കണ്ട, ഇത് ന്യൂജന്റെ കാലമാണ്. അതായത് എന്നെ പോലെയുള്ളവരുടെ കാലം. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഈ വയസ്സായിട്ടുള്ള ആൾക്കാരുടെ ഓണല്ലത്. ഞങ്ങള് ന്യൂ ജനറേഷൻ കുറെ പിള്ളേരുണ്ട്. ഞങ്ങൾ തകർക്കും, അടിച്ചു പൊളിക്കും. അങ്ങനെ ഞങ്ങളുടെ കാലാണ്. അപ്പൊ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയണത് ന്യൂജൻ ഓണം, ന്യൂജൻ ഓഫർ. ഞങ്ങളെന്ന് പറയുമ്പോൾ അടിപൊളി കിടു സംഭവങ്ങളാണ്. അപ്പൊ ഞങ്ങൾ ന്യൂജന്റെ അടുത്തേക്ക് നിങ്ങൾ വെറുതെ ഓൾഡ് ജനറേഷൻ അയ്യ മോനെ ഗിയ എന്ന് പറഞ്ഞിട്ട് വരാൻ നിൽക്കണ. ഞങ്ങള് തകർക്കണ ഇപ്രാവശ്യം ഓണം. അപ്പൊ ഞങ്ങളുടെ ഓണം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നാ മതി. അല്ലാണ്ട് വലിയ വലിയ ഡയലോഗിൽ നിൽക്കണ്ട. അല്ലെങ്കിൽ ഇപ്പൊ ഇവർക്ക് ഈ വാക്ക് പറയേണ്ട വല്ല കാര്യണ്ട. മൈജിയാണ് ഇപ്പൊ മറ്റേ മോഹൻലാല് ഒരു പ്രാവശ്യം ഇതുപോലെ പറഞ്ഞിട്ട് ഓർമ്മയില്ലേ? ശവാലഗിരിഗിരി വൈകിട്ട് എന്താ പരിപാടി? ഞാനൊന്നും വന്ന് കഴിക്കണ ആളല്ലായിരുന്നു. ഞാൻ കള്ള് കുടിക്കുന്ന ആളല്ല. പക്ഷെ അയാളുടെ ബോർഡ് കണ്ടപ്പോ ഇടയ്ക്ക് കാണുന്നത്, ആ ബോർഡ് കാണുമ്പോഴാണ് ഓർമ്മ വരിക. മോഹൻലാല് പറഞ്ഞു വൈകിട്ട് എന്താ പരിപാടി മോനെ ദിനേശ എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്നാ രണ്ടര അടിയാം. അങ്ങനെ ഞാൻ അവിടെ കയറി അടിക്കും. അപ്പൊ ഈ പരസ്യങ്ങൾ വെറുതെ മനുഷ്യന്മാരെ നാശാക്കാന്ന് കൊണ്ടിട്ടാ ഞാൻ എന്റെ അഭിപ്രായം തുറന്ന് പറയാൻ തുടങ്ങണം. അല്ലാണ്ട് പലരും എന്നോട് ചോദിക്കും നീ ഇങ്ങനെ അങ്ങടും ഇല്ല ഇങ്ങടും ഇല്ലാണ്ട് പറയണേന്ന് പറയും. അപ്പൊ ഞാൻ അങ്ങടും ഇല്ലാണ്ട് പറയണില്ല. കാരണം അങ്ങനെയുള്ള പരസ്യങ്ങളൊന്നും ശരിയല്ല. ശവാലഗിരിഗിരി വൈകിട്ട് എന്താ മോനെ ദിനേശ പരിപാടി? വൈകിട്ട് എന്നിട്ട് പരിപാടി ഉണ്ടാവുക? കല്യാണം കഴിഞ്ഞിട്ടില്ല എനിക്ക് ഈശ്വരന്മാരെ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതൊരു മോശം തന്നെയാ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോ. പിന്നെ എന്തൊരു പരിപാടി? സ്മോൾ അടിക്കില്ലല്ലേ? അയ്യടാ സാധനം ഒരൊറ്റടി അടിക്കും ഞാൻ. പിന്നെ വൈകിട്ട് എന്താ പരിപാടി നീ ചോദിക്കണ്ട വല്ല കാര്യണ്ടാ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ മൈജീരെ പരസ്യം കേട്ടപ്പോഴേ നോ ജോൺ ഓണം, നോ ജോൺ ഓഫർ, നോ ജോൺ ഓണം, നോ ജോൺ ഓഫർ. എനിക്കത് കേൾക്കുമ്പോ അങ്ങോട്ട് കല്യാ വരും. ഒരു ടീമിന് മാത്രമുള്ള ഓണം. இந்த ഓൾഡ് ജനറേഷൻ ഓണമില്ലേ? ബാക്കിയുള്ള ആൾക്കാർ ഓണം ആഘോഷിക്കണ്ടെന്നാണോ അവരുദ്ദേശിക്കുന്നത്? അല്ല, എനിക്ക് മനസ്സിലാവേണ്ടി ചോദിക്കണം. എന്താ അങ്ങനെയൊക്കെ പറയാൻ പാടോ? ന്യൂജൻ ഓണം, ന്യൂജൻ ഓഫർ. അപ്പൊ ഇതിലെന്തോ ഒരു പരിപാടി ഉണ്ട്. അതെനിക്ക് തോന്നുന്നത് ഈ ന്യൂ ജനറേഷൻ പിള്ളേരെ ആകർഷിക്കാനുള്ള പരിപാടി ഒന്നും ഉണ്ടിട്ട്. എന്തായാലും ആവട്ടെ, കാശുള്ളവർക്ക് ജീവിക്കാൻ പറ്റുന്ന കാലത്ത് കൂടെ പോണട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് വലിയ വലിയ തെണ്ടിത്തരങ്ങളൊന്നും ചെയ്യാണ്ട് ജീവിക്കുകയാണെങ്കിൽ ഈ ടിവിയും ഫ്രിഡ്ജൊക്കെ മേടിക്കാൻ പറ്റുന്നുണ്ട്. ഇവര് വെറുതെ പറഞ്ഞ പോലെ ന്യൂജൻ ആണ്, ന്യൂജൻ ഓഫർ. അത് കേൾക്കുമ്പോ ഒരു രസമാണ്. ഇതിനൊക്കെ കൂടുതലായിട്ട് ഞാനിങ്ങനെ ശക്തമായിട്ട് എതിർത്ത് പറയുമ്പോ അത് ന്യൂജൻ ഇഷ്ടാവില്ല, ഓൾഡ് ജനറേഷൻ ഇഷ്ടാവില്ല. നമ്മുടെ വീട്ടിലൊക്കെ കാരണവന്മാരുള്ളത് തന്നെയാണ്. അപ്പൊ ഓക്കെ, താങ്ക് യു.